വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് ഒരു ഡാറ്റാബേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ടേബിൾ പ്ലസ് ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ടേബിൾ പ്ലസ് ആപ്ലിക്കേഷനിൽ എന്റെ MySQL കണക്ഷൻ, ലോക്കൽ കണക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിനു ശേഷം SQL ടാബിൽ വന്നിട്ട് SQL query ഉപയോഗിച്ചാണ് ഞാൻ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ജിയോ ഇന്റർഫേസ് ഉപയോഗിച്ചിട്ടല്ല ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ഞാൻ എന്തൊക്കെ ഡാറ്റാബേസ് ആണ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഷോ ഡാറ്റാബേസസ് എന്ന് പറയുന്ന query കൊടുക്കാം. അതിനുശേഷം ആ query സെലക്ട് ചെയ്ത് റൺ കറന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ ഏതൊക്കെയാണ് ഡാറ്റാബേസ് എന്റെ സിസ്റ്റത്തിലുള്ള എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു ഡാറ്റാബേസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വറി കൊടുക്കാം. ക്രിയേറ്റ് ഡാറ്റാബേസ്, എന്നിട്ട് ഡാറ്റാബേസിന് എന്താണോ പേര് കൊടുക്കേണ്ടത് ആ ഒരു പേര് കൊടുക്കും. ഡെമോ എന്നാണ് ഞാനിപ്പോൾ പേര് കൊടുത്തിട്ടുള്ളത്. സെമി കോളൻ ഇട്ടതിന് ശേഷം ആ ക്വറി സെലക്ട് ചെയ്ത് റൺ കറന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ക്വറി 1 ഓക്കെ, 1 റോ അഫക്റ്റഡ്, അതായത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ക്വറീസ് നമ്മളിവിടെ ബോട്ടം സ്ക്രീനിൽ കാണാൻ പറ്റും. ക്രിയേറ്റ് ഡാറ്റാബേസ് ഡെമോ. അതിനുശേഷം നമ്മളൊരു ഡാറ്റാബേസ് വീണ്ടും ആ ഡാറ്റാബേസ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഷോ ഡാറ്റാബേസ് എന്ന് പറയുന്ന നേരത്തെ കൊടുത്ത ക്വറി സെലക്ട് ചെയ്തിട്ട് റൺ കറന്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ഡെമോ ഡാറ്റാബേസ് അവിടെ കാണാൻ പറ്റും. ഇനി ആ ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ഡെമോ ഡാറ്റാബേസിന്റെ പേര് കൊടുക്കും. യൂസ് സ്പേസ് ഡെമോ. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡാറ്റാബേസിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാബേസ് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് സ്വിച്ച് ചെയ്യുക ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഡാറ്റാബേസ്, അതിനുശേഷം ഡാറ്റാബേസിന്റെ പേര് ഡ്രോപ്പ് സ്പേസ് ഡാറ്റാബേസിന്റെ പേര് കൊടുക്കാം. അതിനുശേഷം ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യാം. ക്വറി 1 ഓക്കെ, 0 റോസ് എഫക്ട്. അപ്പോൾ ആ ഒരു ഡാറ്റാബേസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഡിലീറ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഷോ ഡാറ്റാബേസ് ക്വറി ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആ ഒരു ഡെമോ എന്ന് പറയുന്ന ഡാറ്റാബേസ് കാണാനില്ല. അതുകൊണ്ട് ആ ഡാറ്റാബേസ് ഡിലീറ്റ് ആയിട്ടുണ്ട്.